നമസ്കാരം. നമ്മൾ ഈ എലഗൻസ് വണ്ടി 3 പിരിച്ചതിൻ്റെ കാശും കൊണ്ട് നമ്മൾ നേരെ വയനാടിന് പോവുകയാണ്. വയനാട് പോയി അവിടെ നമ്മളൊരു പള്ളിയിലെ ഒരു സഭയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ കാശ് സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സഭയാണത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കാശ് കൊടുക്കാനായിട്ട് നമ്മൾ ഇന്നിപ്പോൾ രാത്രി 10-11 മണിയായി. ഈ രാത്രി ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ഇത്രയും പേര് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം കൂടിയാണ്. ഞങ്ങളൊരു 4 പേര് കൂടിയാണ് പോകുന്നത്. അവിടെ കൊണ്ടുപോയി പൈസയും കൊടുത്തിട്ട് നമുക്ക് പോരാം. നമ്മൾ ഇപ്പം നമ്മുടെ ഈ ദുരന്തം, വയനാട്ടിൽ ദുരന്തം നടന്ന മുണ്ടുകൈ എന്ന സ്ഥലത്തിന് ഒരു 200-250 മീറ്റർ മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പ്രവേശനമില്ല. അങ്ങോട്ട് ആൾക്കാരെയൊന്നും ചുമ്മാ കയറി കാണാനോ പിടിക്കാനോ ഒന്നുള്ള ഒരു അനുമതിയില്ല. അപ്പോൾ ഇവിടെ തന്നെ ഒരു റിസോർട്ട്, ഈ മുണ്ടുകൈയുടെ അടുത്ത് തന്നെ റിസോർട്ടുള്ള ഒരാളെ കണ്ടിട്ടുണ്ട്. പുള്ളിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒക്കെ അറിയാവുന്ന അന്ന് നടന്ന സംഭവങ്ങൾ ഒരു ജസ്റ്റായിട്ട് പുള്ളി ഒന്ന് പറയും. ചേട്ടാ, അന്നപ്പം ഭയങ്കര ശബ്ദത്തോടെ കൂടിയാണോ? നല്ല സൗണ്ടിലാണ് ഉണ്ടായത്. ഇതെന്നാ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സൗണ്ട് ആയിരുന്നു. ഉവ്വ രാത്രി 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഫസ്റ്റ് ഹോട്ടലിൽ തന്നെ ഒരുപാട് ആൾക്കാർ മാറി താമസിച്ച്. പക്ഷേ രണ്ടാമത് വന്നപ്പോൾ ആ മാറിയവരെ വീടടക്കം പോവാണ് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ റിസോർട്ടിന്റെ താഴത്തോടെയാണ്? നമ്മളെ റിസോർട്ടിന്റെ താഴെ കൂടെയാണ് ഈ പുഴ. ഒരു 1/2 കിലോമീറ്റർ ഗ്യാപ്പല്ലേ ഉള്ളൂ രണ്ടും തമ്മിൽ? ഒരു കഷ്ടി 1 കിലോമീറ്റർ തന്നെ ഉള്ളൂ. 1 കിലോമീറ്റർ ഇല്ല, 1 കിലോമീറ്ററിന്റെ അടുത്ത്. അപ്പോൾ നമ്മളെ റിസോർട്ടിന്റെ കുറച്ച് താഴെ കൂടെയാണ് ഈ പുഴ പോകുന്നത്. അതിലൊരു പുഴ പോകുന്നുണ്ട്. കുത്തിയൊലിച്ച് അങ്ങ് ഇളകി പറഞ്ഞു കുത്തിയൊലിച്ച് കല്ലും മണ്ണുമായിട്ട് അങ്ങനെ. നിങ്ങൾ സേഫ് ആയിട്ടൊരു സോണിലാണ് നിന്നത്? ഞങ്ങൾ സേഫ് ആയിരുന്നു. നിങ്ങളുടെ റിസോർട്ടിനൊന്നും സംഭവിച്ചില്ല? റിസോർട്ടിനും കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു ജർക്കിങ് ഉണ്ടായിരുന്നു, മൊത്തത്തിലൊരു കുലുക്കം പോലെ. അങ്ങനെ ചെറിയൊരു ജർക്കിങ് ഉണ്ടായിരുന്നു, വേറെ പ്രശ്നമൊന്നും പറ്റിയില്ല. ഇത് എന്നാ കാരണം? ഞങ്ങൾ ഇടുക്കി ജില്ലക്കാരാണ്. ഞങ്ങൾക്ക് വലിയൊരു ബോംബ്, ഇതിനേക്കാളും വലിയൊരു ജല ബോംബ് ഞങ്ങൾക്ക് മുല്ലപ്പെരിയാറുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇത് ഇങ്ങനെ വരുമ്പം ഇതിന്റെ അകത്ത് ഏതാണ് നമുക്ക് കാണില്ല. വന്നു കഴിഞ്ഞാൽ ഞങ്ങളാരും ഇനിയിപ്പോൾ ഞങ്ങളെയൊന്നും കാണാനും പറ്റില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്നാന്നൊക്കെ ഉള്ളത് നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഇത് കേൾക്കണം, ഒച്ച എന്നാന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി. നമുക്ക് ഭയപ്പെടും, നമ്മൾ പേടിച്ചു പോകും. അതുപോലെ വലിയ സൗണ്ടാണ്, എവിടുന്ന പൊട്ടുന്നത് അങ്ങനെ മനസ്സിലാവാൻ പറ്റാത്ത ഒരു രീതിയിലാണ് സൗണ്ട് വരുന്നത്. ഭയങ്കര സൗണ്ടാണ്. എന്താണെന്ന് ഒരു പിടിയും കിട്ടില്ല. എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇല്ല. അപ്പം ഇത് കൈ എന്നാ വിധി? കൈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇടയിൽ പോവാല്ലേ? അപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു ചേട്ടനെയും ഇവിടെ റിസോർട്ടൊക്കെ ഉള്ള ആളാണ്. പുള്ളിയെ കണ്ട് നമ്മൾ ആ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നതാണ്. ഈ മുല്ലപ്പെരിയാറിൻ്റെ കേസായിട്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും ഈ പറഞ്ഞ ശബ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയാമല്ലോ എന്നോർത്താണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ പള്ളിയിലച്ഛൻ്റെ അടുത്തേക്ക് പോകാം. ഇത് നമ്മുടെ ദുരിതാശ്വാസ ഫണ്ട് കൈമാറാനായിട്ട്. ഞാനിപ്പോൾ വയനാട്ടിലെ സെൻറ്റ് ജോസഫ് ചർച്ച്, മേപ്പാടി സെൻറ്റ് ജോസഫ് ചർച്ചിലെ വികാരിയായ സണ്ണി അച്ഛൻ, ഫാദർ സണ്ണി പടിഞ്ഞാറത്ത്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഇത് നമുക്ക് പിരിച്ചു കിട്ടിയ ഒരു 30,000 രൂപ, ചെറിയ തുകയാണെങ്കിലും മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ അച്ഛൻ നൽകുകയാണ്. ഇതിൻ്റെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവും. നല്ല രീതിയാണ് ഇന്നും. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഇത് അച്ഛനെ പൈസ ഏൽപ്പിച്ചു. ഇനിയിപ്പോൾ ഇവിടെ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ശാന്തി തീരത്തിൽ പോയി നമ്മൾ ഒരു പിടി പുഷ്പം അർപ്പിച്ചിട്ട് നമ്മൾ ഈ വയനാടിനോട് വിട പറയുകയാണ്. അപ്പം ഓക്കെ.